ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കോത്തഗിരി നീലഗിരി ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ്. യൂറോപ്പിനോട് സമാനമായ നല്ല തണുത്ത കാലാവസ്ഥയാണ് കോത്തഗിരിയിൽ. പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാലും സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളാലും കോടമഞ്ഞും മനോഹരമായ പർവ്വത നിരകളാലും ഒക്കെ അനുഗ്രഹീതമാണ് കോത്തഗിരി. ഊട്ടിയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമാണ് കോത്തഗിരിയിലേക്കുള്ളത്. ഊട്ടിയേക്കാൾ തണുപ്പുള്ള കാലാവസ്ഥയും കൂനൂറിനേക്കാൾ ആകർഷകവുമാണ് കോത്തഗിരി. കോട്ടഗിരി എന്ന പദത്തിനർത്ഥം കോട്ടകളുടെ പർവ്വതങ്ങൾ എന്നാണ്. ഇത് പണ്ടിവിടെ താമസിച്ചിരുന്ന കോട്ട ഗോത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. കോട്ട ഗോത്രത്തിലെ പരമ്പരാഗത ഭവനമാണ് നീലഗിരി കുന്നുകൾ. കോത്തഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം ഒക്ടോബറാണ്. ഊട്ടി, കൂണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ കാലാവസ്ഥയാണ് കോത്തഗിരിയിൽ. കോട്ടകളുടെ തെരുവ് എന്നർത്ഥമുള്ള കോട്ടച്ചേരി എന്ന പേരിൽ ആണ് കോത്തഗിരി മുമ്പ് അറിയപ്പെട്ടിരുന്നത്. മേട്ടുപ്പാളയത്തിൽ നിന്ന് കൂണൂരിലേക്ക് റോഡ് നിർമ്മിക്കുന്നത് വരെ ഊട്ടിയിലേക്ക് കോത്തഗിരി വഴിയായിരുന്നു പോയിരുന്നത്. നീലഗിരിയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റ് കൂടിയാണ് കോത്തഗിരി. നിയമലംഘകരായ 2 ക്രിമിനൽസിനെ പിന്തുടർന്ന മദ്രാസ് സർക്കാർ സിവിൽ ജീവനക്കാരാണ് ഈ പ്രദേശം ആദ്യമായി കണ്ടെത്തിയത്. യൂറോപ്യൻ രാജ്യത്തിന് സമാനമായ കാലാവസ്ഥയുള്ള ഒരു സ്ഥലം കുന്നിൻ മുകളിൽ ചുരത്തിന് അപ്പുറമായി ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. അന്നത്തെ കോയമ്പത്തൂർ കളക്ടർ ആയിരുന്ന ജോൺ സള്ളിവൻ അങ്ങനെ കോത്തഗിരി സന്ദർശിക്കുകയും കോത്തഗിരിയിലെ സുഖകരമായ കാലാവസ്ഥയും സ്വർഗീയ കാഴ്ചകളും ഒക്കെ കണ്ട സള്ളിവൻ പർവ്വതങ്ങളിൽ സ്വന്തമായിട്ട് ഒരു വീട് പണിയുകയായിരുന്നു. അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്യാൻ നാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുകയും പട്ടണത്തിൻ്റെ സാമ്പത്തിക വികസനം ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അൻപത്തിനാല് ഹട്ടികളാണ് കോത്തഗിരിയിൽ ഉള്ളത്. ചെറിയ ഗ്രാമങ്ങൾക്കിവിടെ ഹട്ടികൾ എന്നാണ് പറയുക. ഓരോ ഹട്ടികളിലും വ്യത്യസ്ത തരത്തിലുള്ള ഗോത്രക്കാരാണ് താമസിക്കുന്നത്. കോത്തഗിരി സംസ്കാരത്താൽ സമ്പന്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗോത്രങ്ങളിൽ ചിലത് പ്രധാനമായും ഇരുമ്പാസ്, കുറുമ്പാസ്, ഇരുളാസ്, ബഡഗാസ്, തോടാസ് എന്നിവയെല്ലാം ഇവിടുത്തെ ഗോത്രക്കാരാണ്. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാതറിൻ വാട്ടർഫാൾസ്, കോടനാട് വ്യൂ പോയിൻ്റ്, എൽക്ക് വാട്ടർഫാൾസ്, ദോഡപ്പേട്ട് റേഞ്ച്, രംഗസ്വാമി സ്റ്റാച്യു, ലോങ്വുഡ് ഷോല എന്നിവയൊക്കെയാണ്. മനോഹരമായ ഹരിത പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട കോത്തഗിരി ട്രക്കിങ്ങിനും റോക്ക് ക്ലൈംബിങ്ങിനും ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. മേഘങ്ങൾ, നേരിയ സൂര്യപ്രകാശം, ആത്മാവിനെ സാന്ത്വനപ്പെടുത്തുന്ന ഇളംകാറ്റ് എന്നിവയാൽ കാലാവസ്ഥ എപ്പോഴും സ്വപ്നതുല്യമാണ് ഇവിടെ. സമുദ്രനിരപ്പിൽ നിന്ന് 5882 അടി ഉയരത്തിലുള്ള മലയോര ഭൂപ്രകൃതിയാണ് കോത്തഗിരി. കുന്നിൻ ചെരിവുകൾ ഇംഗ്ലണ്ടിലെ സ്വപ്നതുല്യമായ കുന്നിൻ ചെരിവുകൾക്ക് സമാനമാണ്. മേഘങ്ങളുടെ പുതപ്പ്, തേയിലത്തോട്ടങ്ങളുടെ പച്ച പരവതാനിയും കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്നു. പ്രകൃതിയുടെ വിശാലമായ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നു. ആയിരത്തി 1843 ഇവിടെ ആദ്യമായി കാപ്പിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചത്. അതിനുശേഷം നിരവധി തോട്ടങ്ങൾ ഇവിടെ വന്നു. എന്നിരുന്നാലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ MD കോക്ബേണിൻ്റെ മകളുടെ ആദ്യത്തെ തേയിലത്തോട്ടം നഗരം മുഴുവനായി വ്യാപിച്ചു. അങ്ങനെ കാപ്പിത്തോട്ടങ്ങൾ പതുക്കെ പതുക്കെ തേയിലത്തോട്ടങ്ങളായി മാറി. ഇന്ന് കോത്തഗിരിയിലെ തേയിലത്തോട്ടങ്ങൾ മൊത്തം 30,000 ഏക്കറിനും മുകളിലാണ്. വൃത്തിയുള്ള റോഡുകളും വിശാലമായ തേയിലത്തോട്ടങ്ങളും വിചിത്രമായ വീടുകളും ഉള്ള കോത്തഗിരി നഗരം പ്രകൃതിയുടെ മടിത്തട്ടിൽ മനോഹരമായിരിക്കുന്നു. കോത്തഗിരിയുടെയും കോടനാടിൻ്റെയും സാംസ്കാരിക ചരിത്രം തോടാസികളുടെ ചരിത്രവുമായി ഇഴചേർന്നതാണ്. കോടനാട് മലനിരകളിൽ 2000-ഓളം തോടാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കോത്തഗിരിയിലെ തെരുവുകളിൽ തിരക്കുള്ള കച്ചവടക്കാരൊന്നുമില്ല. പക്ഷേ
ചായയും മറ്റ് സാമഗ്രികളും വിൽക്കുന്ന കടകളുടെ നിരകൾ സഞ്ചാരിയെ പ്രാദേശിക സംസ്കാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കോത്തഗിരി മൂന്നാറിനെ പോലെയാണ്, എന്നാൽ കുറച്ച് ബഹളവും ഒരു തമിഴ് ഗ്രാമത്തിൻ്റെ മനോഹാരിതയും കൂടുതലാണ്. LTTയുടെ തകർച്ചയെ തുടർന്ന് രാജ്യം വിട്ട് പലായനം ചെയ്ത ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ ഗ്രാമമാണ് കോത്തഗിരിയിൽ നിന്ന് ഡൗൺ ടൗണിലേക്കുള്ള വഴി. ഗ്രാമവാസികളെല്ലാം കാബേജ്, ക്യാരറ്റ്, നീളൻ ബീൻസ് എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നു. മിലിത്താൻ, ഉയിലട്ടി, കെങ്കര എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങൾ തമിഴും കന്നഡയും കലർന്ന ഭാഷ സംസാരിക്കുന്ന ബഡുഗകളുടെ ആവാസ കേന്ദ്രമാണ്. തോടാസികളെപ്പോലെ തന്നെ ബഡുഗകളും കോത്തഗിരിയുടെ പൈതൃകത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. ബേഡകൽമുണ്ടിനപ്പുറത്ത് ഒരു വനം പ്രദേശമാണ്. കോടനാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വീടുകളും ബംഗ്ലാവുകളും നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാണ്. നമ്മളിപ്പോൾ പോകുന്ന റോഡ് കട്ടബേട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് ഇതുഹട്ടി എന്ന വില്ലേജിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറി ഇങ്ങോട്ട് കുറച്ച് വന്നതാണ്. ഈ ഭാഗങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ ഇതുഹട്ടി വഴി പോയാൽ നമുക്ക് മസിനഗുഡിയിലേക്കുള്ളൊരു റൂട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ മസിനഗുഡിയിൽ നിന്നാണ് ഊട്ടി വഴി വന്നത്. അപ്പോൾ ഇതുഹട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ കോത്തഗിരി ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. കോത്തഗിരിയുടെ ഒരുവിധം സ്ഥലങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോഴും ഏകദേശം ഒരേ ഒരു ലാൻഡ്സ്കേപ്പാണ് കാണാൻ കഴിയുക. പക്ഷേ ഈ പലതരത്തിലുള്ള ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടബേട്ടു എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ കോത്തഗിരിയിലേക്കാണ് പോകുന്നത്. നമ്മൾ റൈറ്റിൽ നിന്ന് ഊട്ടി ഭാഗത്തു നിന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇതുഹട്ടി റോട്ടിലേക്ക് കയറിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ കട്ടബേട്ടു ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയാൽ ഒരു T ജംഗ്ഷൻ മാതിരിയൊക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്താൽ ഊട്ടിയിലേക്കും ലെഫ്റ്റ് എടുത്താൽ കോത്തഗിരിയിലേക്കുമാണ് പോകുന്നത്. നമ്മൾ ഊട്ടിയിൽ നിന്ന് കൂണൂർ വഴി വരുമ്പോൾ ഈ താഴെ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ കോത്തഗിരിയിലേക്ക് വരിക. അങ്ങനെ നമ്മൾ കോത്തഗിരി ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റോഡിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ തിരക്കുള്ള റോഡൊന്നുമല്ല. പിന്നെ ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. നമുക്കൊരു മടുപ്പ് തോന്നാത്തൊരു യാത്രയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് ഒരു ഉച്ച സമയമാണ്. പക്ഷേ ഇവിടെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ റോഡിലൊക്കെ കോടമഞ്ഞുണ്ടാവും. പിന്നെ കാലാവസ്ഥയുടെ ഇതിനനുസരിച്ച് ചില സമയങ്ങളിലൊക്കെ ഉച്ച സമയങ്ങളിലൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ ഇതിലൂടെ യാത്ര ഞാൻ ഒരുപാട് ചെയ്തതാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഈ ഊട്ടി നീലഗിരിയിൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ അതായത് ഫുട്വെയറിൻ്റെ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആഴ്ചയിൽ 2 ദിവസം ഈ റൂട്ടിലൂടെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ പല സമയങ്ങളിലായിട്ടുള്ള പല തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഈ വഴികളിൽ നിന്നൊക്കെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. എത്ര തന്നെ പോയാലും ഒരു മടുപ്പും വരാത്തൊരു റൂട്ട് കൂടിയാണ് ഈ കോത്തഗിരി ഊട്ടി റോഡ്. നമ്മൾ മലയാളികൾ കൂടുതലും ഊട്ടി വരെ വന്ന് അല്ലെങ്കിൽ മാക്സിമം വന്നാൽ കൂണൂർ വരെ വന്നിട്ട് തിരിച്ച് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവാറാണ് ചെയ്യാറ്. പക്ഷേ കോത്തഗിരിയിലേക്ക് അധികം ആളുകളൊന്നും അങ്ങനെ വരാറില്ല. വളരെ കുറഞ്ഞ പേര് മാത്രമാണ് വരാറ്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഊട്ടിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കോത്തഗിരി. നിങ്ങൾക്ക് എന്തായാലും അതൊരു നഷ്ടമാവില്ല. അത്രത്തോളം പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണ് ഈ കോത്തഗിരി. അങ്ങനെ നമ്മുടെ യാത്ര അട്ടവള എന്ന ഗ്രാമത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി അവിടുന്ന് താഴേക്കൊരു റോഡ് ഉണ്ട്. അങ്ങോട്ട് പോയ അട്ടവള എന്ന ഒരു വില്ലേജിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് കോത്തഗിരി എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2 പാർട്ടായിട്ട്. അതിൽ ഈ ഭാഗങ്ങളിലൊക്കെ കോടമഞ്ഞുള്ള സമയത്ത് എടുത്തൊരു വീഡിയോ ആണത്. അത് നല്ല ഭംഗിയാണ്. ആ ഒരു കോടമഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം. എന്തായാലും ഇനി കോത്തഗിരിയിലേക്ക് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ കൂടിയാണ് ദൂരമുള്ളത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കോത്തഗിരിയും കോടനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ ഇനി കോത്തഗിരിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.